ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്വിക്ക് ബ്രേക്സ് ബൈ ശീതൾ. എന്തൊക്കെയാ പരിപാടികൾ? ഇന്ന് നമുക്ക് ഒരു ചിക്കൻ റെസിപ്പി ആയാലോ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച നല്ല ഒന്നാം തരം ചിക്കൻ കറി റെസിപ്പി. ചപ്പാത്തി, അപ്പം, പത്തിരി, എന്തിന് നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായി പോകുന്ന ഒരു ഒന്നാം തരം കറിയാണ് ഇത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കാം. ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ കണ്ടില്ലേ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നത്? ഈ ഒരു നിറമാകുമ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്ന നേരത്ത് ഒരു അര കഷ്ണം തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. തക്കാളിക്കൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ ആ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ നോക്കണേ. വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാം പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ്റെ വേവ് ഒന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം മാത്രമാണ് ഇവിടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് തിള വന്നു തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ മണം ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറി അവസാനമാകുമ്പോഴേക്കും നല്ല കിടിലൻ മണമായിരിക്കേ. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നാം പാലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മല്ലിയിലയ്ക്കൊന്ന് വാടി വരുമ്പോൾ, അതായത് ഇനിയിപ്പോൾ തുറന്ന് വന്നല്ലോ, മൂടി അങ്ങ് തുറക്കുമ്പോൾ എന്താ ഒരു മണം എന്നറിയോ? ഇനി നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ?